അച്ഛൻ ഇവിടെ കിടന്നുറങ്ങണ? നല്ല ഉറക്കല്ലേ? എന്തുവാടി? ചൂലുണ്ട മുക്കി കൊണ്ടിടാൻ പോണത്. അച്ഛനെ ഒന്ന് ഉണർത്തായിരുന്നു. വൃത്തിയില്ലാത്ത പെണ്ണ്. വൃത്തിയില്ലെന്ന് പറയുമ്പോ തന്നെ നിന്നെ കുളിക്കാൻ പറഞ്ഞു വിട്ടോ തന്നെ. കുളിച്ച്? ആര് കുളിച്ച്? എവിടെ കുളിച്ച്? മേലെ എഴുതി. ഉടുപ്പ് പാട്ടിയെ കുളിച്ചതാവോ? മേലെ എഴുതിന്ന്. തലവിന് വേറെ ആരും ഒന്ന് കുളിപ്പിക്കുവോ? തല കുളിക്കാൻ വയ്യ അമ്മ. എടി ജിമ്മിൽ പോയിട്ട് വേർത്ത് നാറിയിട്ടല്ലേ നിന്റെ അടുത്ത് കുളിക്കാൻ പറഞ്ഞ ഞാൻ? ആണോ അല്ലയോ? നാറ്റം ഇപ്പോഴും ഉണ്ട്. പോയി കുളിയടി തല. കുളിക്കാം. വൃത്തി വൃത്തി എന്ന് പറഞ്ഞ സാധനം അടുത്തുള്ള പോത്ത്. ആ കുളിക്കാൻ പറഞ്ഞിട്ട് കുളിക്കാൻ തന്നേക്കണ് തല. മാമാ, ഇവിടെ ചിലവരെയൊക്കെ പട്ടി കടിക്കാൻ ഒട്ടിച്ചു എന്നൊക്കെ പറയുന്ന കേട്ടു. ചിലരെന്ന് വെച്ചാൽ എന്റെ വലത് സൈഡിൽ നിപ്പുണ്ട്. പട്ടിക്കേ ഭയങ്കര ബുദ്ധിയാണേ. പിന്നെ പട്ടിക്കറിയാം ആരെ കടിക്കണമെന്നും ആരെ കടിക്കണ്ടെന്നും. എടി എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ ഈ പട്ടി 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 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വളരെയധികം ബുദ്ധിയും അതുപോലെ തന്നെ ചിന്താശക്തിയും വിദ്യാഭ്യാസവും ഒക്കെ ഉള്ളൊരു മൃഗം. അല്ല വിദ്യാഭ്യാസം ഏത് യൂണിവേഴ്സിറ്റി എന്നാണോ? അല്ല, ചിന്താശക്തിയും ബുദ്ധിശക്തിയും ഉള്ള ഒരു മൃഗമാ. മാമന് ഒരു പണിയില്ല ഇവിടെ കൂടെ കയറി സപ്പോർട്ട് ചെയ്യാനായിട്ട്? ഇല്ല, ഒരു പണിയില്ല. മൃഗസ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയൊരു കാര്യമല്ലേ? വലിയ കാര്യമൊക്കെ തന്നെയാണ്. പക്ഷെ മനുഷ്യനെ ഉപദ്രവിക്കുന്ന പട്ടികളെ പൂജിച്ചോണ്ടിരിക്കണോ? അത് നിങ്ങൾ പട്ടികളെ ഉപദ്രവിക്കാൻ ശ്രമിക്കുമ്പോഴായിരിക്കും അവർ തിരിച്ചടിക്കുന്നത്. അതെ അതെ അതെ. ഇവിടെ നാട്ടിലുള്ള ആൾക്കാരൊക്കെ പട്ടികളെ ഉപദ്രവിച്ചോണ്ട് നടക്കുകയാണല്ലോ. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഈ ഭൂമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന് വേണ്ടി മാത്രം ജീവിക്കാൻ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതല്ല, മൃഗങ്ങൾ കൂടി ജീവിക്കാൻ വേണ്ടി നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതാണ്. കൂടാതെ നമ്മുടെ മനുഷ്യരുടെ ബുദ്ധിയും ശക്തിയും വിവേകവും സമ്പത്തും ഒക്കെ അവരുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്നവരാണ് മൃഗങ്ങൾ. എന്തോടി പേ പട്ടിയെ സംരക്ഷിക്കണോന്ന് ഇവക്ക് തെരുവ് നായ്ക്കളെ. നമുക്ക് മാത്രമല്ല മാമനും ഉണ്ട് സപ്പോർട്ടിന്.